മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് മാസ് ക്ലീനിംഗ് നടക്കുന്നു. മാതൃഭൂമി MD-യുടെയും ഡയറക്ടർമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിൽ മാതൃഭൂമി ജീവനക്കാരും വിവിധ കോളേജുകളുടെ NSS വോളണ്ടിയർമാരും പങ്കെടുക്കും. ഗോകുൽനാഥ് വരകളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ മാസ് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അവിടെ? മൊത്തി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി ക്യാമ്പസുകളിലെ NS വോളണ്ടിയേഴ്സും അതേപോലെ മാതൃഭൂമി ജീവനക്കാരും എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പുസ്തകോത്സവം കനകക്കുന്നിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര അക്ഷരോത്സവമായ അത് 6 മുതൽ 9 തീയതി വരെ ഉത്സവം നടക്കുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും നിരവധി ആളുകൾ, അതായത് വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമെന്നുള്ള തരത്തിൽ തന്നെ വലിയ രീതിയിൽ ഇവിടം മലിനമാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് ഈ ഫെസ്റ്റിവലിനെ കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇവിടെ വലിയ രീതിയിൽ തന്നെ ക്ലീനിങ്ങും പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ഖരമാലിന്യങ്ങളും അതേപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഒക്കെ വെവ്വേറെ ശേഖരിക്കുമെന്ന തരത്തിലേക്കാണ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്തായാലും മാതൃഭൂമി ജീവനക്കാരുണ്ട്, അതേപോലെ തന്നെ NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് കനകക്കുന്നിനെ കൂടുതൽ മനോഹരമാക്കാനും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയുള്ള ഒരു ഫെസ്റ്റിവലാക്കി മാറ്റാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരും നിരവധി കുട്ടികളും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് പരിപാടികളൊക്കെ പോകുന്നത്? അടിപൊളിയല്ലേ, ഉഷാറ്. തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 4-5 ഗ്രൂപ്പായിട്ടാണ് ഇവരുടെ ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത്. നിരവധി ആളുകൾ എന്തായാലും ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. NSS വോളണ്ടിയർ ആണോ? അല്ല, മാതൃഭൂമി വോളണ്ടിയർ ആണ്. കഴിഞ്ഞ തവണ MBFL ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലീനിങ് പ്രവർത്തനം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? എത്ര ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്? ഇപ്പം 4 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. 4 ഗ്രൂപ്പായിട്ട് പാലസിന്റെ 4 സൈഡിലോട്ട് നമ്മുടെ തിരിച്ചു വിട്ടിട്ടുണ്ട്. ക്ലീനിങ് കഴിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരും. മോദി, എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ നിരവധി വേദികളാണ് കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. ആ വേദികളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ജനപങ്കാളിത്തവും ശ്രദ്ധേയവുമാകും. അപ്പോൾ ആ സമയത്തേക്കും കനകക്കുന്ന് ഇതേപോലെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വോളണ്ടിയർമാരുടെ ഒക്കെ ഹെൽപ്പും സഹായ സാന്നിധ്യവും ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ശക്തമായിട്ടുള്ള ഒരു മാസ് ക്ലീനിങ്ങുമായി മാതൃഭൂമി മുൻപോട്ട് പോവുകയും എന്തായാലും അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടങ്ങുമ്പോൾ വിവിധ കലാ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിന്നുള്ളവർ, അതുപോലെ തന്നെ എഴുത്തുകാർ, നിരവധി ആളുകൾ ഒക്കെ ജനങ്ങളുമായി സംവദിക്കും. അതിനുള്ള ഒരു ഇടങ്ങളും കൂടെ ഒരുങ്ങുകയാണ്. എന്തായാലും ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ അത് തകൃതിയായി തന്നെ മുൻപോട്ട് പോകുന്നുമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവവും അതേപോലെ തന്നെ ഫെസ്റ്റിവലും കനകക്കുന്നിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രന്ഥപുരയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം തന്നെ ജനസാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യും. ഗോകുലിനി, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ അക്ഷരോത്സവത്തിന് അവിടെ തിരിതെളിയാൻ. ഒരുപാട് നാടുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്താൻ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഭാഗമായി നമ്മൾ ഈ മാസ് ക്ലീനിങ് നടത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരുക്കങ്ങളും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കാരണം ഈ അക്ഷരോത്സവത്തിന് വരാനായി കാത്തിരിക്കുന്ന നാടെങ്ങുമുള്ള മനുഷ്യരുണ്ട്. അവർക്ക് കൂടെ വേണ്ടി ആ വിശേഷങ്ങളിൽ ഒന്ന് പങ്കുവയ്ക്കൂ ഗോകുൽ. മോത്തി, എന്തായാലും ഈ പുസ്തകോത്സവം അക്ഷരോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള പുസ്തകോത്സവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി വേദികളുണ്ട്, സ്റ്റാളുകൾ ഒരുങ്ങുന്നുണ്ട്. അതെല്ലാം തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് പ്രവർത്തനങ്ങളൊക്കെ. എന്തായാലും 6-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക, അന്താരാഷ്ട്ര അക്ഷരോത്സവം നടക്കുക. അതിന് മുന്നോടിയായി തന്നെ പുസ്തകോത്സവം നേരത്തെ ആരംഭിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള വേദിയിലാണ്. ഇവിടെ മാതൃഭൂമിയുടെ നിരവധി പുസ്തകങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ നിരവധി വേദികൾ എന്തായാലും ഒരുങ്ങുന്നുണ്ട്. അത് ഈ കനകക്കുന്നിന്റെ ഓരോ ഭാഗങ്ങളിലുമായി നിരവധി സ്റ്റേജുകളുണ്ട്. 300-ലധികം എഴുത്തുകാർ ആളുകളും വായനക്കാരുമായി സംവദിക്കും. സിനിമ, കലാ, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി ആളുകളുമായി സംവദിക്കുക. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾ എത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ആ ഒരു ഫെസ്റ്റിവൽ ജനകീയമായി ചെയ്യും എന്നുള്ളതാണ്. ശരി, വളരെ ആവേശത്തിലാണ് എല്ലാവരും. മാതൃഭൂമി ജീവനക്കാരും വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാരും ഒക്കെ പങ്കെടുക്കുന്ന മാസ് ക്ലീനിങ് ആണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് തയ്യാറായിരിക്കുകയാണ്. ഓഫീസിൽ മാത്രം കണ്ടിട്ടുള്ള പലരും ഇന്ന് മാസ് ക്ലീനിങ്ങിന് അവിടെ വളരെ സജീവമായി പങ്കെടുക്കുന്നു എന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. സഹപ്രവർത്തകരാണ് എല്ലാവരും, ദൃശ്യങ്ങളിൽ കാണുന്നവർ എല്ലാവരും ഉണ്ട്. മാസ് ക്ലീനിങ്ങോടുകൂടി ആരംഭിക്കുകയാണ്. 6 മുതൽ 9 വരെയാണ് അന്താരാഷ്ട്ര അക്ഷരോത്സവം ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് എത്തുന്നുണ്ട്. ഒപ്പം ചർച്ചകളും വായന അനുഭവങ്ങളും അങ്ങനെ നിരവധി അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുന്ന അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ വേദിയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുക കൂടിയാണ്.